തെരുവുമക്കളില്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി രാജസ്ഥാനിൽ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി ജനസേവാ ശിശുഭവൻ. ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്കായാണ് രാജസ്ഥാനിലെ അജ്മീറിൽ ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതിനാണ് പുതിയ പദ്ധതിയെന്ന് ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. ജനസേവാ ശിശുഭവൻ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യവുമായി ജനസേവയുടെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്, ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ആദ്യ സംരംഭം നിലയിൽ രാജസ്ഥാനിലെ അജ്മീർ എന്ന പട്ടണത്തിലുള്ള ചേരികളിലെ അവിടുത്തെ പിഞ്ചു ബാല്യങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ഒരു പരിശ്രമം നടത്തി വരികയാണ്. അതിന് നമുക്കൊരു വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, അജ്മീറിലെ ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം അവിടെ 30 വർഷമായി ആ സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകനാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ഈ അജ്മീറിലുള്ള ചേരികളിലെ കുട്ടികളെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ട്യൂഷൻ സെന്റർ, അടിസ്ഥാന വിദ്യാഭ്യാസം അദ്ദേഹം നൽകുന്നു. ഒപ്പം അവരെ മറ്റു സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കുന്നു. കൂടാതെ ആ കുട്ടികളെ വീണ്ടും ട്യൂഷൻ കൊടുത്ത് അവരുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ നിരവധി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി അവരെ ഇപ്പോൾ ഏകദേശം 500ഓളം കുട്ടികളെ അദ്ദേഹം സ്വന്തം കെട്ടിടത്തിൽ പഠിപ്പിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞങ്ങൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹവുമായി സഹകരിക്കാൻ തയ്യാറായത്. അങ്ങനെ ഞങ്ങൾ അജ്മീറിൽ എത്തുകയും അദ്ദേഹവുമായി കൈകോർക്കുകയും ചെയ്തു. അങ്ങനെ ജനസേവയുടെ പേരിൽ ജനസേവ നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹകരണത്തോടെ ജനസേവ ഉഡാൻ എന്ന സംഘടനയുടെ അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് ഉഡാൻ അക്കാദമി എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പോൾ ഏകദേശം ഒരു 200ഓളം കുട്ടികളെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായുള്ള സൗകര്യം ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിനായി പാരലൽ സ്കൂളാണ് ആരംഭിച്ചത്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും ജനസേവ നൽകും. അജ്മീറിൽ 2000 ചതുരശ്ര അടി ഇരുനില കെട്ടിടം വാടകയ്ക്കെടുത്താണ് പ്രവർത്തനം. ആദ്യഘട്ടത്തിൽ 200ഓളം കുട്ടികൾക്കാണ് അക്കാദമിയിൽ പ്രവേശനം നൽകിയിട്ടുള്ളത്. കുട്ടികൾക്കായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 അധ്യാപകരും 2 ഓഫീസ് സ്റ്റാഫുമുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കും. നല്ല മനസ്സുള്ള ആളുകൾ സഹകരണം വേണം. അപ്പോൾ എല്ലാ സുമനസ്സുകളും ഞങ്ങളോട് കൈകോർക്കണം. തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യം നിറവേറ്റണം. അതിന് മാത്രം പിഞ്ചു ബാല്യങ്ങളാണ് ഞങ്ങൾ അവിടെ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ഹൃദയം പൊട്ടിക്കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിഞ്ചു ബാല്യങ്ങൾ ഇങ്ങനെ സ്ലമ്മുകളിൽ ഭക്ഷണം കിട്ടാതെ എന്താ പറയുക, ആകെ പട്ടിണി കോലങ്ങളായി പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. പുഴുക്കളെ പോലെയാണ് അവർ കഴിയുന്നത്. ആ കുട്ടികളൊക്കെ രക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാവരും രംഗത്ത് വരണം. എല്ലാ സുമനസ്സുകളെയും ഞങ്ങൾ ജനസേവ ഉഡാൻ അക്കാദമിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ സുനിൽ ജോസിനാണ് അക്കാദമിയുടെ മേൽനോട്ട ചുമതല. 30 വർഷമായി രാജസ്ഥാനിലെ അജ്മീർ സോഫിയ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് സുനിൽ. Bobby Chamanur International Jeweler.